ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിലെ ഉപവാസ പ്രാർത്ഥനകളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപവാസമായ 40 ദിന ഉപവാസ പ്രാർത്ഥനകൾ, അത് കഴിഞ്ഞതിന് ശേഷം 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അത് കഴിഞ്ഞ് ത്രിദിന ഉപവാസ പ്രാർത്ഥന, അങ്ങനെ വിവിധ കാലദൈർഘ്യങ്ങളുള്ള ഉപവാസങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. ഓരോ ഉപവാസത്തിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. ഓരോ ഉപവാസവും ഓരോ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കപ്പെട്ടവയാണെന്ന് ആ ഉപവാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മോശപിതാവ് 40 പകലും 40 രാവും ഉപവസിച്ചത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കൽപ്പനകൾ ഏറ്റുവാങ്ങുവാനാണ്. 2 പ്രാവശ്യവും അദ്ദേഹം 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചത് അപ്രകാരം സ്വർഗത്തിൽ നിന്ന് യഹോവ ദൈവം തൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പനകൾ ഏറ്റുവാങ്ങാനാണ്. തുടർന്ന് നാം കാണുന്നത് ഏലിയാ പിതാവിൻ്റെ 40 ദിന ഉപവാസമാണ്. ദൈവത്തിൽ നിന്നുള്ള വ്യക്തമായ അരുളപ്പാട് ലഭിക്കുവാനും തൻ്റെ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് പ്രത്യാശയുടെ കൊടുമുടിയിലേക്ക് ഉയരുവാൻ തക്കതിനുമാണ് ഏലിയാ പിതാവ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചത്. ദാനിയേൽ പിതാവിൻ്റെ 21 ദിവസത്തെ ഭാഗിക ഉപവാസത്തെക്കുറിച്ച് നാം കണ്ടു. ഇസ്രായേൽ മക്കളുടെ വരുംകാല ഭാവിയെക്കുറിച്ച്, ദൈവത്തിന് അവരോടുള്ള അരുളപ്പാടിനെക്കുറിച്ച്, അവരുടെ വാഗ്ദത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനാണ് ദാനിയേൽ പിതാവ് 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചത്. അതോടൊപ്പം ശൗലിൻ്റെ 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും നാം കാണുകയുണ്ടായി. ദീർഘ ഉപവാസങ്ങളായ ഈ ഉപവാസങ്ങൾ നാം കാണുന്നതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങൾ ഉപവസിച്ച ത്രിദിന ഉപവാസ പ്രാർത്ഥനകളും നാം കണ്ടു കഴിഞ്ഞു. എസ്തേറും തൻ്റെ ജനവും 3 രാവും 3 പകലും ഉപവസിച്ച് അഹശ്വേരോശ് രാജാവിൻ്റെ കൽപ്പനയെ തകർത്ത് ആ യഹൂദ ജനതയ്ക്ക് മുഴുവൻ രക്ഷ നേടുവാൻ കഴിഞ്ഞ അത്ഭുതകരമായ ആ പ്രവർത്തനം ഉപവാസ പ്രാർത്ഥനകളിലൂടെ അവർക്ക് അനുഭവമായത് നാം മനസ്സിലാക്കി. ശൗല് 3 രാവും 3 പകലും ഉപവസിച്ച് പൗലോസായി മാറിയ കാര്യവും നാം പഠിച്ചു. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി, വിവിധ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ വീരന്മാർ നയിച്ച ഉപവാസ പ്രാർത്ഥനകളെക്കുറിച്ച് നാം പഠിച്ചു വരികയായിരുന്നു. We have been discussing about the different fasting prayers that were observed by men of God in the Bible. We have seen the 40 days fast of Moses. We have seen the 40-day fast of Elijah. And also we have seen the partial fast by Daniel, which lasted for 21 days. Again, we have seen the 14 days fast of St. Paul. We have also seen the 3-day fast of Esther and Saul. So in all these durations, you see, more than the duration, the purpose of the fasting is very important. We only find 4 fastings of 40 days duration in the whole Bible. 3 we find in the Old Testament and 1 we find in the New Testament, the fasting undertaken by Jesus Christ himself. So all these 40-day fasts had a different purpose. You see, Jesus had fasted for 40 days just before beginning of his ministry, and he was driven to that fast by the Holy Spirit, and we see that he defeated Satan and then started his public ministry. So we find different purposes in different fastings. And in the 40 days fast of Moses, we find that it was to receive the 10 commandments from the hands of God. We also find the fast of Elijah, 40 days, to know, to strengthen himself, or to get rid of the fear, to have hope and strength and courage to overcome the fear created by Jezebel. Jezebel had threatened to kill him within 24 hours. So he was depressed, he was dejected, and he ran
to Mount Horeb, where God had spoken to Moses. He fasted 40 days and 40 nights and he was traveling. So we find that God is pleased with that fast, and we find God speaking to Elijah, giving him new goals. And we find finally Elijah successful, and he was taken to heaven by God in chariots of fire. So we find the 40 days fast that way, and then again we find the 21-day fast of Daniel. It's a partial fast. We find also the fast of St. Paul, who fasted 275 people. Then again we came to the 3-day fast of Esther and her people. 3 days fast of St. Paul. And now today we are going to discuss about the 7-day fast is found in the Bible. ഇപ്രകാരമുള്ള വിവിധ ഉപവാസങ്ങൾ നാം തിരുവചനത്തിൽ കണ്ടു. എന്നാൽ ഇപ്പോൾ മറ്റൊരു ദീർഘ ഉപവാസം നാം കാണുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 7 ദിവസത്തെ ദാവീദിൻ്റെ ഉപവാസം. വേദപുസ്തകത്തിൽ 2 സപ്തദിന ഉപവാസങ്ങളാണ് കാണുന്നത്. അത് വളരെ പ്രാധാന്യമറിയിക്കുന്ന 2 വ്യത്യസ്ത സ്വഭാവമുള്ള ഉപവാസ പ്രാർത്ഥനകളാണ്. ദാവീദിൻ്റെ സപ്തദിന ഉപവാസ പ്രാർത്ഥന അവൻ്റെ പാപം ദൈവം ക്ഷമിക്കുന്നതിനും പാപശിക്ഷ ഒഴിവാക്കുന്നതിനും വേണ്ടിയായിരുന്നു. ദാവീദ് തൻ്റെ സൈന്യത്തെ അമ്മോന്യർക്കെതിരെ അയച്ചു. സൈന്യം അവിടെ യുദ്ധത്തിലായിരിക്കുമ്പോൾ തൻ്റെ സൈന്യത്തെ നയിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ദാവീദ് തൻ്റെ മാളികയിലായിരുന്നു. ഒരു സായാഹ്നം അവിടെ ഉലാവുമ്പോൾ തൻ്റെ അടുത്ത് ഉള്ള ഒരു ഭവനത്തിൽ ഒരു സ്ത്രീ അവർ കുളിക്കുന്നത് കണ്ടു. നഗ്നയായിട്ട് അവർ കുളിക്കുന്നത് കണ്ടു. അവർ ആ സ്ത്രീ ആരെന്ന് അന്വേഷിച്ചു. തൻ്റെ പടയാളിയായ യൂരിയാവിൻ്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി അവൻ അവളെ വിളിച്ചു. അങ്ങനെ അവിടെ അവൻ അവളുമായിട്ട് പാപം ചെയ്യുകയാണ്. 2 ശമൂവേൽ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി. അവൾ അവൻ്റെ അടുക്കൽ വന്നു. അവളുടെ ആർത്തവവിശുദ്ധി നീങ്ങിയിരുന്നത് കൊണ്ട് അവൻ അവളോട് ശയിച്ചു. അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. ദാവീദ് ആ ദുർബല നിമിഷത്തിൽ വീണു പോവുകയാണ്. അങ്ങനെ ആ വീഴ്ചയിൽ ഭയാനകമായ ചില കാര്യങ്ങളാണ് സംഭവിച്ചത്. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ സ്ത്രീ ഗർഭം ധരിച്ചു. താൻ ഗർഭിണിയാണെന്ന് ദാവീദിനെ അറിയിച്ചു. ഇസ്രായേലിൻ്റെ നിയമപ്രകാരം അവിഹിതമായി ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. ഭർത്താവ് പടക്കളത്തിലായിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അവൾ കുടുംബജീവിതത്തിൻ്റെ ബന്ധത്തെ വിട്ടുള്ള അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ട് ഗർഭം ധരിച്ചു എന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവളോട് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൾ ദാവീദിൻ്റെ പേര് പറയും, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ രാജാവായ ദാവീദ് കുറ്റക്കാരനാകും. ആ പശ്ചാത്തലം ഒഴിവാക്കുവാനായിട്ട് തൻ്റെ പടക്കളത്തിൽ നിന്നും അദ്ദേഹം ആ സ്ത്രീയുടെ ഭർത്താവിനെ തിരിച്ചു വരുത്തി. അവളുടെ പേര് ബത്ശബ എന്നായിരുന്നു. യൂരിയാവിനെ തൻ്റെ അരമനയിലേക്ക് വരുത്തി അവന് വേണ്ടുന്ന സമ്മാനങ്ങളൊക്കെ നൽകി. എന്നിട്ട് പറഞ്ഞു, നീ പോയി നിൻ്റെ ഭവനത്തിൽ പാർത്തുകൊള്ളുക, വിശ്രമിക്കുക, നീ ഒരുപാട് ക്ഷീണിതനാണ്, നീ പോയി വിശ്രമിച്ച ശേഷം പിന്നീട് വരിക, മടങ്ങി വന്നാൽ മതി, രാത്രി അവിടെ പോയി പാർത്തുകൊള്ളുക. യൂരിയാവ് വളരെയധികം രാജഭക്തിയുള്ള ഒരു പുരുഷനായിരുന്നു.
അവൻ്റെ രാജ്യത്തോടുള്ള കടപ്പാട് വളരെയേറെ ഉള്ളായിരുന്നവനായിരുന്നു ഊരിയാവ്. അപ്പോൾ ഊരിയാവ് നൽകുന്ന മറുപടി, എൻ്റെ രാജ്യം യുദ്ധത്തിലായിരിക്കുമ്പോൾ എൻ്റെ യജമാനു വേണ്ടിയിട്ട് പടക്കളത്തിൽ നിൽക്കേണ്ട ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയുമായിട്ട് ശയിക്കുവാൻ കഴിയും? ഞാൻ പോവുകയില്ല. അങ്ങനെ ആദ്യ രാത്രി അവൻ പോകാതെ രാജാവിൻ്റെ രാജധാനിയിൽ തന്നെ കിടന്നുറങ്ങി. അത് ദാവീദിന് കൂടുതൽ പ്രയാസമായി. അതുകൊണ്ട് അടുത്ത രാത്രിയിൽ ദാവീദ് ഇവരെ മദ്യപിപ്പിച്ചു. അങ്ങനെ ബോധം കെട്ട് കഴിഞ്ഞാൽ മദ്യലഹരിയിൽ അവൻ പോയി അവൻ്റെ ഭാര്യയോടുകൂടി ശയിക്കുമെന്നാണ് ദാവീദ് ധരിച്ചത്. എന്നാൽ മദ്യപിപ്പിച്ച ശേഷം അവനെ അവൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുവാൻ ശ്രമിച്ചിട്ടും ഊരിയാവ് സ്വന്തം ഭവനത്തിലേക്ക് പോകാൻ കൂട്ടാക്കാതെ അവനവിടെ രാജധാനിയിൽ തന്നെ കിടന്നുറങ്ങുകയാണ്. ദാവീദിൻ്റെ 2 പരിശ്രമങ്ങളും പരാജയപ്പെട്ടു. ഉടൻ ദാവീദ് തൻ്റെ സേനാനായകനായ യോവാബിന് കത്ത് കൊടുത്തയക്കുകയാണ്. അതും ഈ യൂരിയാവിൻ്റെ കയ്യിൽ. യുദ്ധം ഏറ്റവും കഠിനമായി വരുന്ന സാഹചര്യത്തിൽ ഊരിയാവ് മുൻനിരയിൽ നിന്ന് ഇസ്രായേലിന് വേണ്ടി പടവെട്ടുമ്പോൾ നിങ്ങൾ അവനെ തനിച്ചാക്കിയിട്ട് മാറിക്കൊള്ളണം, അപ്പോൾ ശത്രു സൈന്യം അവനെ വെട്ടിക്കൊല്ലും. അപ്രകാരമുള്ള എഴുത്ത് തൻ്റെ ആ വിശ്വസ്തനായിരുന്ന യൂരിയാവിനെ കൊല്ലുവാനുള്ള എഴുത്ത് അവൻ യൂരിയാവിൻ്റെ കയ്യിൽ തന്നെയാണ് യോവാബിൻ്റെ അടുക്കിലേക്ക് കൊടുത്തയക്കുന്നത്. അങ്ങനെ യൂരിയാവ് അവൻ്റെ മരണ വാറണ്ട് കയ്യിൽ കൊണ്ടുപോയി യോവാബിന് കൊടുക്കുന്നു. യോവാബ് അത് അനുസരിക്കുകയാണ്. യുദ്ധം മുറുകിയപ്പോൾ മുൻനിരയിൽ നിന്ന് പടവെട്ടുന്ന യൂരിയാവിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ദാവീദിൻ്റെ പടയാളികൾ പിന്മാറി. അങ്ങനെ യൂരിയാവിനെ അവർ അതിദാരുണമായിട്ട് വെട്ടിക്കൊന്നു. So we find that David was staying in his palace when his armies were fighting against Ammonites. Normally it's the king who leads his forces into the battle. But here we find Joab was leading his army and David was in the palace. And one evening when he looked out, he saw a beautiful woman bathing. He tried to find out who it is, and he knew that it was Uriah's wife, Bathsheba. He sent for her, brought her, and sinned with her. After some time, she informed him that she is pregnant. So there was no alternative. He called Uriah from the battlefield and told him, please go and sleep with your wife, and gave him a lot of presents. But he refused. He said, no, I am not going to go to my wife or my home because my country is in a war. So when my country is fighting a war and my leaders are fighting a war, I cannot go and sleep with my wife. David was confused. What is to be done? So the next day, he called Uriah and got him drunk and told him to go back to his home and to his wife. There again we find Uriah refused it, citing the same reason. How can I go to my wife? How can I go home and stay when my country is in a battle with the enemy? There was no other alternative for David, but he gave a letter to Joab asking him to get Uriah killed. So whenever the battle goes fierce, just put Uriah in the front and you all just retreat so that the enemies will cut off Uriah. He carried that letter to Joab, the commander-in-chief of David's armies, and he executed it in the same way as David said. Put Uriah in the front in the battle, and when the battle became very fierce, all his soldiers slowly retracted, and we find the enemies cutting off Uriah. അങ്ങനെ ദാവീദ്, ദൈവത്തിന് പ്രിയങ്കരനായിരുന്ന ദാവീദ്
ദൈവത്തിന് വിശ്വസ്തനായിരുന്ന ദാവീദ്, തൻ്റെ സ്വഭാവത്തിൻ്റെ നൈർമല്യത്തിൽ ദൈവം തിരഞ്ഞെടുത്തിരുന്ന ദാവീദ് പാപത്തിൻ്റെ പടുകുഴിയിൽ വീഴുകയാണ്. അവൻ എല്ലാ കൽപ്പനകൾ അറിയാവുന്ന മനുഷ്യനാണ്. പക്ഷെ അവൻ ദയനീയമായി കൽപ്പന ലംഘിച്ച് അവൻ വീണുപോയി. അവന് തൻ്റെ അയൽക്കാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുതെന്ന് പറഞ്ഞ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ടാണ് തൻ്റെ അയലത്ത് താമസിക്കുന്ന തൻ്റെ ഭൃത്യനായ യൂരിയാവിൻ്റെ ഭാര്യയെ വശീകരിച്ചത്. വീണ്ടും വ്യഭിചാരം ചെയ്യരുത് എന്ന് വ്യക്തമായി ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ മറ്റൊരുവൻ്റെ ഭാര്യയെ വിളിച്ച് പാപം ചെയ്ത് അവൻ വ്യഭിചാരത്തിൽ വീഴുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ലംഘനം, കൊല ചെയ്യരുതെന്ന് വ്യക്തമായി 10 കൽപ്പനകൾ പറയുമ്പോൾ ദാവീദ് കൊല ചെയ്യുന്നില്ലെങ്കിൽ പോലും അവൻ്റെ പ്രേരണയാൽ, അവൻ്റെ കത്തിൻ പ്രകാരമാണ് വഞ്ചനയിൽ യൂരിയാവ് കൊല്ലപ്പെടുന്നത്. അങ്ങനെ പാപത്തിൻ്റേതായിട്ടുള്ള പടുകുഴിയിലേക്ക് ദാവീദ് വീഴുകയാണ്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവൻ, ദൈവത്തിനോട് വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചവൻ, ദൈവത്തിനോട് തീഷ്ണതയുള്ളവൻ, എല്ലാം ശരിയാണ്. പക്ഷേ ഇവിടെ പാപത്തിൽ വീണുപോയി. അവന് മറ്റാരോടൊന്നും പറയുവാനില്ല. ജനങ്ങളുടെ മുമ്പിൽ അവൻ കണ്ണിലുണ്ണിയാണ്. കാരണം അവൻ്റേതായിട്ടുള്ള സൈനികൻ, അവന് വേണ്ടി യുദ്ധം ചെയ്ത പടയാളി മരിച്ചപ്പോൾ അവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി തീർത്ത ദാവീദിൻ്റെ മഹാമനസ്കതയാണ് ജനങ്ങൾ കാണുന്നത്. And what happened? We find when David had failed in his attempts to send back Uriah to his house so that he could sleep with his wife Bathsheba, Uriah totally refuses. And since there was no other alternative, David gives a letter to Joab to kill Uriah when the battle is severe. That was executed and Uriah was killed. David thought all his obstacles are over and he was very happy. And we find that everything is going on smoothly for some time. Bathsheba is pregnant, the pregnancy is advancing, and David had won the battle against Ammonites. So as days were going by, and Bathsheba gave birth to a son, their family life was very happy. And as days rolled by, one day God sent his prophet Nathan to David. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയി. ഊരിയാവിൻ്റെ മരണത്തിൽ അവൻ്റെ ഭാര്യ ബത്ശേബ വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ തൻ്റെ സ്വന്തം ഭാര്യയാക്കി. അങ്ങനെ അവരുടെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കവണ്ണം ബത്ശേബ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അങ്ങനെ സന്തോഷത്തിൻ്റേതായിട്ട് നാളുകൾ മുൻപോട്ട് പോകുമ്പോൾ ദാവീദും സ്വയം ന്യായീകരിക്കുകയായിരിക്കാം. കാരണം അവൻ ചെയ്ത പാപത്തിൻ്റെ അഗാധതയെക്കുറിച്ച് അവന് ബോധമില്ലാതെയാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ വഞ്ചകനായി തീർന്നു, അവൻ വ്യഭിചാരിയായി തീർന്നു, അവൻ ദുഷ്ടനായി തീർന്നു. അവൻ്റെ പാപങ്ങൾ അസംഖ്യങ്ങളാണെങ്കിലും അത്യഗാധമായതാണെങ്കിലും അവിടെ ദാവീദിൻ്റെ മനസ്സ് മരവിച്ച് അവൻ മുൻപോട്ട് പോവുകയാണ്. ഈ തരുണത്തിലാണ് ദൈവം തൻ്റെ പ്രവാചകനായ നാഥാനെ അവിടേക്ക് അയക്കുന്നത്. നാഥാൻ വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ദാവീദിനോട് ഒരു ഉപമ പറയുകയാണ്. ഒരു രാജ്യത്ത് 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുവൻ ധനികനാണ്, മറ്റവൻ ദരിദ്രനാണ്. ആ ദരിദ്രന് ഒരു പെൺകുഞ്ഞാടുണ്ടായിരുന്നു. ആ പെൺകുഞ്ഞാടിനെ അവൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അപ്പോൾ ധനികനായ മനുഷ്യൻ്റെ അരികിൽ ഒരു വഴിയാത്രക്കാരൻ വന്നപ്പോൾ, അവിടെ പാർക്കുവാൻ വന്നപ്പോൾ, ആ ധനികൻ തൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ദരിദ്രനായ മനുഷ്യൻ്റെ പെൺകുഞ്ഞാടിനെ അറുത്ത് തൻ്റെ അതിഥിക്ക് വിളമ്പി കൊടുക്കുകയാണ്. ദാവീദിൻ്റെ കോപം ജ്വലിച്ചു. ആരത്? അവൻ ആരാണെങ്കിലും മരണശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. അത് രാജനീതിയാണ്. നാഥാൻ പറയുകയാണ്,
ആ മനുഷ്യൻ നീ തന്നെ. Thou art the man. ഇപ്രകാരം കൊടും ക്രൂരത കാണിക്കുന്നത് നീ തന്നെയാണ്, മറ്റാരുമല്ല. എന്നിട്ട് നാഥാൻ ചില കാര്യങ്ങൾ അവനെ ഓർമ്മിപ്പിക്കുകയാണ്. ദാവീദ് അതെല്ലാം കേട്ടു. അവന് മനസ്സിലായി അവൻ വീണുപോയെന്ന്. അതെ, അവൻ്റെ പാപം ക്ഷയിക്കുവാൻ അപേക്ഷിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ കുഞ്ഞിനെ ബാധിക്കും. കാരണം ദൈവം നീതിമാനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് നടപ്പാക്കിയാൽ മതിയാവും. നാഥാനിലൂടെ ദൈവം ദാവീദിനുണ്ടായ കുഞ്ഞിനെ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു. നാഥാൻ വീട്ടിലേക്ക് പോയി. എന്നിട്ട് യൂരിയാവ് ദാവീദ് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ സന്ദർശിച്ചു എന്നാണ് 12:15 എഴുതിയിരിക്കുന്നത്. 2 ശമൂവേൽ 12:15 ദാവീദിന് പ്രസവിച്ച കുഞ്ഞിനെ യഹോവ സന്ദർശിച്ചു. അതിന് കഠിനമായ രോഗം ബാധിച്ചു. അവന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ചികിത്സകളെല്ലാം ചെയ്തു. രാജാവല്ലേ, ഏറ്റവും മികച്ച ചികിത്സകളൊക്കെ ചെയ്യുവാനായിട്ട് ഉള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദാവീദിനൊരു കാര്യം മനസ്സിലായി. നാഥാൻ പ്രവാചകനിലൂടെ തന്നെ അറിയിച്ച കാര്യം അത് സംഭവിക്കാനുള്ള പുറപ്പാടാണ്. So life was going smooth for David and Bathsheba with the newborn. And we find God sending his prophet Nathan to David. Nathan tried to explain the situation with a parable. And David was furious. He said that man should die. Whoever has done such a crime should die. And Nathan tells him, thou art the man. David realized his mistakes and asked for forgiveness from God. But God spoke through Nathan and told him that his son will die. Nathan had left for his home, and we find that David's son fell ill. And David knew that it was God who had struck his son. He could have given him the best of treatments. But he knew that it is God and only God who can save his son. So he decided to fast and pray. ദാവീദ് നാഥാൻ്റെ വാക്കുകൾ ഓർത്തു. നിൻ്റെ കുഞ്ഞ് മരിച്ചു പോകും എന്നാണ് ദൈവം നാഥാനോട് അരുളി ചെയ്തത്. അതുകൊണ്ട് തൻ്റെ പാപത്തിൻ്റെ ഫലമായ കുഞ്ഞിനെ രക്ഷിക്കുവാൻ ദാവീദ് ഒരു ദീർഘ ഉപവാസം പ്രഖ്യാപിച്ചു. ഈ ഉപവാസത്തെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ബലഹീനരായ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ വീഴ്ചയുടെ കാര്യം അടിയങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവേ, ദാവീദ് ആ ദുർബല നിമിഷത്തിൽ വീണുപോയി. അവൻ്റെ തെറ്റ് മനസ്സിലാക്കാതെ മുൻപോട്ട് പോയി. എന്നാൽ അങ്ങയുടെ പ്രവാചകനെ നാഥാനെ അയക്കുകയും അവൻ്റെ കുറവ് അവനെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാത്രമല്ല, അവൻ്റെ കുഞ്ഞ് മരിച്ചു പോകും എന്നരുളി ചെയ്യുകയും ചെയ്തു. ലോകത്തിലെ ചികിത്സയ്ക്ക് പിന്നാലെ പോകാതെ ദാവീദ് ഉപവാസം ആരംഭിക്കുന്നത് കർത്താവ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാനും ജീവിതത്തിലെ ദുർബല നിമിഷങ്ങൾ വീണ് അവിടുത്തെ കൃപ നഷ്ടപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ഞങ്ങളെ തന്നെ കാത്ത് സൂക്ഷിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ കർത്താവെ മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ തിരുനാമം മാത്രപ്പെടുവാൻ ഇടയാക്കണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.